27/12/2025 ശനിയാഴ്ച ദിവസം വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക്. ഇത് കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല. കൂറുവെച്ചിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 2.25 നക്ഷത്രത്തിന് ഒന്നിച്ച് മാറുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് ഭാവം കണക്കൂട്ടിയിട്ട് പറയുന്നതാണ്. അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ, ഓരോ നക്ഷത്രക്കാരനും ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോഴാണ് ശനി മാറുന്നത്. ഭാവം വെച്ചിട്ടുള്ളത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അതുകൊണ്ട് ശനി നല്ലടുത്ത് വന്നതെന്ന് വെച്ചിട്ട് നല്ല കിട്ടണമെന്നൊന്നുമില്ല. കാരണം ശനി നല്ലടുത്ത് വന്നാലും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിലാണെങ്കിൽ ആ പറഞ്ഞ ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ശനി മോശത്തിൽ വന്നതുകൊണ്ട് ഇനി മുഴുവൻ മോശമാണെന്നും ധരിക്കേണ്ടതില്ല. കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലടുത്താണെങ്കിൽ ഈ ശനിയുടെ ദോഷം അത്ര അനുഭവപ്പെടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. അതേസമയം ശനി പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ്. എന്തുകൊണ്ടാണ് ഈ ശനിന് വ്യാഴന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അത് വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് അത് ഒരു ഭാവത്തിൽ കുറച്ച് കാലം നിർണ്ണയിക്കും. അതുകൊണ്ട് അതിൻ്റെ ഫലം കുറച്ച് കാലമുണ്ടാകും. മറ്റുള്ള ഗ്രഹങ്ങൾ പെട്ടെന്നെല്ലാം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ല വരിയും മോശം അതെല്ലാം വന്നു പോവുകയും ചെയ്യും. ഇത് കുറച്ച് കാലം നിൽക്കും. അതുകൊണ്ടാണ് ശനിക്കും വ്യാഴനും ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. കൂടാതെ അതിന് കുറച്ച് ബലം കൂടുതലുമാണ്. അപ്പം നമുക്ക് രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്കുള്ള ഫലം ഈ ശനിയുടെ ഭാവമാറ്റം വെച്ച് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം രോഹിണി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ശനി അത്ര നല്ല സ്ഥാനത്തല്ല, കർമ്മപരമായിട്ട് നല്ല സ്ഥാനത്തല്ല ഉള്ളത്. അതുകൊണ്ട് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് പൊതുവെ എത്ര അധ്വാനിച്ചാലും അതിനുള്ള ഫലം കിട്ടില്ല. അല്ലെ, എന്ത് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാലും നമ്മൾ മേളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തൃപ്തി വരില്ല, കുറ്റം പറയുന്ന അവസ്ഥ. അല്ലെങ്കിൽ തീരാത്ത ജോലി ഭാരം, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത അവസ്ഥ. അങ്ങനെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കർമ്മവുമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലൊന്നും കാര്യങ്ങൾ നീങ്ങാത്ത ഒരവസ്ഥ. അതായിരുന്നു ഇതുവരെ അത്തരമൊരു ഭാവത്തിലായിരുന്നു ശനി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും ശനി മാറിയിരിക്കുന്നത് വളരെ നല്ല ഭാവത്തിലാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ എത്ര ചെയ്താലും അതിൻ്റെ ഫലം കുറച്ചായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടുന്ന തരത്തിലുള്ള ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശനി നല്ല ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളെല്ലാം ഉണ്ടാകാം, അധ്വാനത്തിനുള്ള ഫലവും അംഗീകാരമെല്ലാം കിട്ടാം. വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നവരാണെന്ന് ചിന്തിച്ചു നോക്കൂ, അവർക്കെല്ലാം എളുപ്പത്തിൽ ആ കാര്യങ്ങൾ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും നല്ലതാണ്. ബിസിനസ്സിന് ഇറങ്ങിയവർക്കാണെങ്കിൽ ബിസിനസ് പരമായ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സമയമാണ്. അതിൽ തുടങ്ങാൻ പറ്റിയ സമയമാണ്, തുടങ്ങിയാൽ ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. അതേപോലെ പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. രാഷ്ട്രീയക്കാരെല്ലാം ആണെങ്കിൽ എല്ലാത്തിലും ഒരു സമൂഹത്തിൽ അംഗീകാരമെല്ലാം, ഏത് നിലയിലും ഒരു അംഗീകാരമെല്ലാം കിട്ടുന്ന തരത്തിലുള്ള സ്ഥലത്തേക്കാണ് ശനി വന്നിരിക്കുന്നത്. മനസമാധാനം കിട്ടും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് കിട്ടാതെ എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അനുകൂലമായിട്ട് കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും. പ്രത്യേകിച്ച് വിദേശ ഭാവങ്ങളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല ഒരു സമയമാണ്. ശനി അങ്ങനെയാണ് നിൽക്കുന്നത്, നല്ലൊരു ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത്. അപ്പം രോഹിണി നക്ഷത്രക്കാർക്ക്
ഇതുവരെ മോശമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്ന തരത്തിൽ നല്ലൊരു സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. ഇനി അത്തം നക്ഷത്രക്കാർക്ക് പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് നല്ല സ്ഥലത്തായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പം കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്ന സ്ഥലത്തായിരുന്നു ശനി നിന്നിരുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ശനി ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ആരോഗ്യപരമായിട്ട് നല്ല സ്ഥാനത്താണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ സമയം കുറച്ച് ഗുണം ചെയ്യുന്ന തരത്തിലാണുള്ളത്. ശത്രുക്കളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു പരിധി വരെ നമുക്ക് അനുകൂലമായി തീരുന്ന തരത്തിലാണുള്ളത്. അപ്പം അങ്ങനെ ശനി എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന തരത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ, ഇനി കടന്നിരിക്കുന്നത് അത്ര നല്ല സ്ഥലത്തല്ല. പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ദാമ്പത്യപരമായിട്ടാണ് കുറച്ച് മോശമായിട്ട്. ഇപ്പം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും അസുഖങ്ങളെല്ലാം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ദാമ്പത്യപരമായ പ്രയാസങ്ങൾ തന്നെ ചിലപ്പോൾ എല്ലാം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വിവാഹം അന്വേഷിക്കുന്നവരാണെങ്കിൽ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത്. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, കുടുംബപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ, ഇത്തരത്തിലെല്ലാം അത്ര നല്ല സ്ഥലത്തല്ല. പ്രത്യേകിച്ച് ദാമ്പത്യം വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം കുറച്ച് തടസ്സങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. അതേസമയം തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ കുടുംബപരമായി ദാമ്പത്യപരമായിട്ട് ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല സ്ഥലത്തല്ല ശനി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയെല്ലാം, ഇപ്പോൾ ആരോഗ്യ കാര്യത്തിലെല്ലാമാണെങ്കിൽ നല്ലൊരു ചികിത്സയെല്ലാം എടുക്കുക. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. ഇനി തിരുവോണ നക്ഷത്രക്കാരുടെ നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഇതുവരെ കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ടൊന്നും അത്ര നല്ല സ്ഥലത്തൊന്നും ആയിരുന്നില്ല വ്യാഴം. കുടുംബപരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാക്കാം, ചിലപ്പോൾ സംസാരങ്ങളെല്ലാം അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട എല്ലാ അവസരമെല്ലാം വന്നു ചേർന്നേക്കാം. പൊതുവെ ഒരു അത്ര നല്ല സ്ഥലത്തല്ല വ്യാഴം ഉണ്ടായിരുന്നത്. ശനി ഉണ്ടായിരുന്നത്. വ്യാഴമല്ല, ശനി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ശനി നല്ലൊരു സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഒരു പരിധി വരെ നമുക്ക് അനുകൂലമായി തീരുന്ന സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹമെല്ലാം തോന്നും. നമുക്കെന്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു തൻ്റെയുടെ എല്ലാം തോന്നുന്ന തരത്തിലാണ് ശനി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ്. അതിനുള്ള ഉത്സാഹം എല്ലാം നമുക്ക് കാണും. അല്പം ഒരു എനർജറ്റിക്കായിട്ട് തോന്നുന്ന തരത്തിലാണ് ശനി നിന്നിരിക്കുന്നത്. ആ കുടുംബ പ്രശ്നങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ എല്ലാം ഒരു പരിധി വരെ മാറിക്കിട്ടും. അപ്പം ശനി നല്ല സ്ഥലത്ത് തന്നെയാണ്. അപ്പം വെറുതെ ഈ പറഞ്ഞ കാര്യം മാത്രം ചിന്തിക്കുകയൊന്നും വേണ്ട. ശനി നല്ല സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ എന്താണോ ചിന്തിക്കുന്നത് അതിനനുകൂലമായിട്ട് കണ്ടാൽ മതി. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ചില വിഷയങ്ങളെ എടുത്ത് പറഞ്ഞെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകുന്ന തരത്തിലാണ് ഇവിടെ തിരുവോണ നക്ഷത്രക്കാർക്ക് ശനി വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന തരത്തിലാണ് ശനി ഉള്ളത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും ശനി വളരെ നല്ല സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ശനി വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥലത്ത് ശനി വന്നു. എന്നാൽ അത്തം നക്ഷത്രക്കാർക്ക് അത്ര നല്ലൊരു സ്ഥാനത്തല്ല ശനി മാറിയിരുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ്
ശനി വന്നിരിക്കുന്നത്. ഇതാണ് 27/12/2025 വെച്ചിട്ടുള്ള ശനിയുടെ ഭാവമാറ്റം രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക്.